ഓൾറെഡി നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു ട്രെയിലർ ലീക്കായിട്ട് ഓൺലൈനിലൊക്കെ ഒരുപാട് വൈറലായി പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഓൾറെഡി അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലറാണ് ഇനി റിലീസ് ആവാൻ വേണ്ടി പോകുന്നതെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രെയിലർ ഓൾറെഡി ലീക്കായി. ഞങ്ങൾ പുതിയൊരു ട്രെയിലർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് സോണി പുതിയൊരു ട്രെയിലർ കട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അത് ലീക്കായിരിക്കുകയാണ്. അത് ലീക്കായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സിനോപ്സിസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ലീക്കായിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ട്രെയിലർ ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് പടം തന്നെ ഏതാണ്ട് റിലീസാവാനായി. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ റിലീസ് ആവണോ എങ്കിൽ മാത്രമേ ഇവർക്ക് പ്രൊമോഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ട്രസ്റ്റബിൾ ഇൻസൈഡേഴ്സിൻ്റെ നമ്മുടെ മൈ ടൈം ടു ഷൈൻ ഹലോ പോലുള്ള ഒരുപാട് ട്രസ്റ്റബിൾ ഇൻസൈഡേഴ്സിനനുസരിച്ചിട്ട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ട്രെയിലർ ഓൾമോസ്റ്റ് അടുത്ത ആഴ്ചയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതിലും ഡാനിയൽ ആർപിജേനെ പോലുള്ള ചില ഇൻസൈഡേഴ്സൊക്കെ ഈ മാസം 17 അല്ലെങ്കിൽ 18 ഇന്ന ഡേറ്റുകളിൽ റിലീസ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. എന്താവും. ആക്ച്വലി ഈ ട്രെയിലർ മാർച്ച് 20 നമ്മുടെ സോണി ഇറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. ആ പടത്തിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് ആ പടത്തിൽ നമ്മൾ അവതാർ വേ ഓഫ് വാട്ടറും ഡൂംസ്ഡേയുടെ ഒക്കെ ട്രെയിലർ കണ്ടിട്ടില്ലേ, അതിൻ്റെ കൂടെ ഈ സ്പൈഡർമാൻ്റെ ട്രെയിലർ കാണിക്കാനായിരുന്നു സോണിയുടെ പ്ലാൻ. ഇതിനൊക്കെ കാരണം ആ ഡിസ്നിയാണ്. ഈ അവതാർ ആൻഡ് ഫയർ ആൻഡ് ആഷിന് കാരണമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ട്രെയിലറിൻ്റെ ഡിസ്ക്രിപ്ഷനും ചില ഭാഗങ്ങൾ തന്നെ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. ആക്ച്വലി അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ മുമ്പേ തന്നെ സോണി ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ റിലീസ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ആ ട്രെയിലർ ഓൾറെഡി റിലീസ് ആയതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് ഇനി എല്ലാവർക്കും ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും 3 മാസം ഗ്യാപ്പ് എടുത്തിട്ട് പുതിയൊരു ട്രെയിലർ കട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായി, അതും ലീക്കായിരിക്കുകയാണ്. ബ്ലഡി ഫൂൾസ്. ഇനി ഇവന്മാർ ഈ ട്രെയിലർ ലീക്കായി ഇനി ഞങ്ങൾ എന്തായാലും കട്ട് ചെയ്ത് പുതിയ ട്രെയിലർ ഇറക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ചിലപ്പോൾ പടം ഇറങ്ങിയിട്ടായിരിക്കും ട്രെയിലർ വരാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഹെയിൽമാരിയുടെ കൂടെ അല്ലാതെ ഈ ഹെയിൽമാരി പടം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ഈ പടത്തിൻ്റെ പുതിയ ട്രെയിലർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോണിയുടെ പ്ലാൻ. ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഹെയിൽമാരി പടം കാണാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ഈ സ്പൈഡർമാൻ്റെ ട്രെയിലർ കാണാൻ വേണ്ടി മാത്രം പോകുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡൂംസ്ഡേയുടെ ഒക്കെ ട്രെയിലർ കാണാൻ വേണ്ടി പോയ പോലെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇവന്മാർ ആ പടത്തിൻ്റെ കൂടെ ഇട്ടിട്ട് അത് പിന്നെ ഒരുപാട് പേര് സീക്രട്ടായിട്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് യൂട്യൂബിലിട്ട് ഒരുപാട് പേര് എന്നെ പോലുള്ള ഒരുപാട് പേരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ട്രെയിലർ തന്നെ ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഈ റിലീസാകാൻ വേണ്ടി പോകുന്ന ഈ ട്രെയിലറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ക്രിപ്റ്റിക് HD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസൈഡർ ലീക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിലറിൽ ഒരുപാട് സീൻസ് നമ്മുടെ സ്പൈഡർമാൻ്റെ സ്വിങ് പുള്ളി വല വിട്ട് പോകുന്ന ആ ഒരു ഭാഗത്തിന് ബേസ് ചെയ്തിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയാണ് പുതുതായിട്ട് വല വിട്ട് സ്വിങ് ചെയ്യുന്നത്, പുള്ളിയുടെ പുതിയ സ്വിങ്ങിങ് സ്റ്റൈൽ പുള്ളി എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിക്കായിരിക്കും ഈ ഒരു ട്രെയിലർ വരാൻ വേണ്ടി പോകുന്നത്. ഈ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡാനിയൽ ക്രിട്ടൻ ഈ പടത്തിന് വേണ്ടി മാത്രം സ്പൈഡർമാൻ പുതിയൊരു സ്വിങ്ങിങ് സ്റ്റൈൽ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ പടങ്ങളിൽ കാണാത്ത പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്വിങ്ങിങ് സ്റ്റൈൽ. അതായത് പുള്ളി കോമിക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പ്രീവിയസ് ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ഹോം ട്രയോളജി എടുത്തിട്ടുള്ള ജോൺ വാട്സ് നമ്മുടെ സ്പൈഡർമാൻ്റെ സ്വിങ്ങിങ്സൊക്കെ CGIയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പ്രാക്ടിക്കലായിട്ട് അത് പുൾ ഓഫ് ചെയ്യാൻ ഒരുപാട് പാടാണെന്നൊക്കെയാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിൽ ഡാനിയൽ ക്രിട്ടൻ അത് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പൈഡർമാൻ്റെ ഒരു ടാങ്കറിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വല വിട്ട് പോകുന്ന പോലെയൊക്കെ അവർ പ്രാക്ടിക്കലായിട്ട് തന്നെ അത് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രാക്ടിക്കലാണോ CGI ആണോ നല്ലതാവാൻ പോകുന്നതെന്നൊക്കെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുമല്ലോ. പിന്നെ സ്പൈഡർമാന് ഓർഗാനിക് വെബൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ എന്താവോ എന്തോ. പിന്നെ വേറെ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പീറ്റർ പാർക്കറിൻ്റെ സീൻസൊക്കെ ട്രെയിലറിൽ പീറ്റർ പാർക്കറിൻ്റെ സീൻസ് കുറച്ച് കൂടുതലായിരിക്കുന്നത്. നമ്മുടെ സ്പൈഡർമാൻ അല്ല, പീറ്റർ പാർക്കറിൻ്റെ സീൻസ്. മാത്രമല്ല ഈ ട്രെയിലറിൽ തന്നെ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിലറിൽ മാത്രമല്ല മൊത്തം പടത്തിന് തന്നെ ജീൻ മ്യൂട്ടേഷൻ ഒരു മെയിൻ റോൾ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു. കാരണം ഇതിൽ ഓൾറെഡി നമ്മുടെ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കൊടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു കുക്കുൺ പോലെയായി മാറിയിട്ട് അങ്ങനെ പുള്ളിക്ക് ഓർഗാനിക് വെബ് കിട്ടുന്ന പോലെയൊക്കെയാണ് ലീക്കായിരിക്കുന്നത്. ചിലപ്പോൾ ഈ ജീൻ മ്യൂട്ടേഷൻ കാരണം നമ്മുടെ സ്പൈഡർമാൻ മ്യൂട്ടേറ്റഡ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ ആവുന്നതാണെങ്കിലും അങ്ങനെ പുള്ളി ഈ ജീൻ മ്യൂട്ടേഷനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫസറിനെ പോയി കാണുകയാണ്. അങ്ങനെ പുള്ളിയുടെ പ്രൊഫസറായിട്ട് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബ്രൂസ് ബാനറാണ്. ആക്ച്വലി നമ്മുടെ ബ്രൂസ് ബാനറാണ്. പ്രൊഫസർ ഹൾക്കിനെ ഒന്നല്ല, ബ്രൂസ് ബാനർ ഹൾക്ക് ഫോമിലല്ലാത്ത നോർമൽ ഹ്യൂമൻ വേർഷൻ ആയിട്ടുള്ള ബ്രൂസ് ബാനറിനെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി പുള്ളി എങ്ങനെയാണ് ബ്രൂസ് ബാനറായിട്ട് മാറിയത്, ഫോമിൽ നിന്ന് എങ്ങനെയാണ് ബ്രൂസ് ബാനറായി മാറിയതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അത് കണ്ടാലേ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ.
അങ്ങനെ ഈ ട്രെയിലറിൽ തന്നെ ഈ ജീൻ മ്യൂട്ടേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഈ പ്രൊഫസറായിട്ടുള്ള ബ്രൂസ് ബാനറിൻ്റെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കുന്ന പോലെയും നീ എൻ്റെ ക്ലാസ്സിലുള്ളല്ലോ, നീ ഏതാ കൊച്ചിറക്കാന്ന് നമ്മുടെ ബ്രൂസ് ബാനർ ചോദിക്കുന്ന പോലെയും ഈ ഡയലോഗ് ഇങ്ങനൊരു ഡയലോഗ് ട്രെയിലറിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ എൻ ഗെയിം ഫൈറ്റിലൊക്കെ നമ്മുടെ ഹൾക്ക് പ്രൊഫസർ ഹൾക്ക് പീറ്റർ പാർക്കറിനെ കണ്ടിട്ടുണ്ടാവും. ഇനി അപ്പം ആ ഫൈറ്റിൻ്റെ തിരക്കിൽ കണ്ടിട്ടില്ലെന്ന് തന്നെ വെച്ചോ. ടോണി സ്റ്റാർക്കിൻ്റെ ഫ്യൂണറിൽ നമ്മുടെ പ്രൊഫസർ ഹൾക്ക് ഓൾറെഡി പീറ്റർ പാർക്കറിനെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രൂസ് ബാനറാണ് ആ പ്രൊഫസർ ഹൾക്കിൻ്റെ കൺട്രോൾ ഉള്ളത്. പീറ്റർ പാർക്കറിനെ പുള്ളി കണ്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ബ്രൂസ് ബാനറിന് ഈ ടോം ഹോളണ്ട് നമ്മുടെ ഈ സ്പൈഡർമാൻ ആരാണെന്ന് അറിയില്ല എന്ന് പുള്ളി ചോദിക്കുന്നുണ്ടെങ്കിൽ സോ ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സ്പെല്ല് കാരണം നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ മെമ്മറി വൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. ഇനി സാവേജ് ഹൾക്കിന് ഓർമ്മയുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചാൻസ് ഉണ്ട്. കാരണം ഈ പടത്തിൽ ഓൾറെഡി നമ്മുടെ സാവേജ് ഹൾക്കാണ് ഒരു മെയിൻ റോളായിട്ട് വരാൻ പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കോമിക്കിൽ ഇതേപോലെ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രൂസ് ബാനർ ഇതേപോലെ ഒരു സ്പെല്ല് കാരണം നമ്മുടെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം മറന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഹൾക്ക് മറന്നിട്ടുണ്ടാവില്ല. കാരണം ആ സ്പെല്ല് ഹൾക്കിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സേഡി സിംഗിൻ്റെ റോൾ എന്താണെന്ന് ഈ ട്രെയിലറിൽ കാണിക്കാൻ വേണ്ടി പോകുന്നില്ല. അതിന് പുള്ളിക്കാരത്തിനെ കുറിച്ചുള്ള ട്രെയിലറിൽ ഒരു കട്ട് പോലും വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേഡി സിംഗിൻ്റെ ക്യാരക്ടർ ഒരു മിസ്റ്റീരിയസ് ഫിഗറായിട്ട് പടത്തിൽ മാത്രമായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വോയിസ് ഓവർ പോലെ ട്രെയിലറിൽ ചിലപ്പോൾ കാണിച്ചെന്ന് പറഞ്ഞേക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീക്സ് അനുസരിച്ചിട്ട് നമ്മുടെ സേഡി സിംഗ് വൺ ഓഫ് ദ മ്യൂട്ടൻ്റ് ആയിട്ടാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നതെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് സത്യമാവാനും ചാൻസ് ഉണ്ട്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഓഡിഷനിൽ നമ്മുടെ എക്സ്മാൻ്റെ ഓഡിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജീൻ ഗ്രേയുടെ ഓഡിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജീൻ ഗ്രേ ആയിട്ട് നമ്മുടെ സേഡി സിംഗിനെ സെലക്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല സേഡി സിംഗ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്ന അതേ സേഡി സിംഗിൻ്റെ ക്യാരക്ടർ തന്നെ ഡയറക്റ്റ് ഡൂംസ്ഡേയിലും കറക്റ്റ് ആവാൻ പോകുന്നെന്ന് ഒരുപാട് ഒഫീഷ്യൽ റിപ്പോർട്ട്സ് തന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ സേഡി സിംഗ് ജീൻ ഗ്രേ ആയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിട്ടുള്ള മൾട്ടിവേഴ്സൽ ബീങ് ആയിട്ടുള്ള ശാസ്ത്രയാവാം. സോ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ സേഡി സിംഗിൻ്റെ ക്യാരക്ടറിനെ ഈ ട്രെയിലറിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് കാണിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും. മാത്രമല്ല ഇതിന് മുമ്പുള്ള ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മുടെ പണിഷറിനെയും കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം ട്രെയിലറിൽ എൻഡ് ആയതിനു ശേഷം നമ്മുടെ പണിഷർ വരുന്ന പോലെ. അപ്പോഴേക്കും ഒരു ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ സ്പൈഡർമാൻ ഫ്രാങ്ക് കാസലിനെ നോക്കിയിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ പുള്ളി ഞാൻ നിന്നെ രക്ഷിക്കാനാണ് പൊട്ടാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ സ്പൈഡർമാൻ ഫ്രാങ്ക് എന്തിനാ നീ വന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പണിഷറിൻ്റെ ശരിക്കുള്ള പേര് ഫ്രാങ്ക് കാസൽ ആണെന്ന് നമ്മുടെ സ്പൈഡർമാൻ ഓൾറെഡി അറിയാം. സോ ഇവർ ഇതിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം, പരിചയപ്പെട്ടിട്ടുണ്ടാവണം. സോ ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും എന്തോ ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഫ്രണ്ട്സ് ആവുന്ന പോലെയും ചിലപ്പോൾ കാണിക്കാം പടത്തിൽ. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് നമ്മുടെ ഹൾക്കുമായിട്ട് സാവേജ് ഹൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയും ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. മാത്രമല്ല നമ്മുടെ സാവേജ് ഹൾക്കിനെ കുറിച്ചും ഈ ട്രെയിലറിലൊന്നും കാണിക്കാൻ വേണ്ടി പോകുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാവേജ് ഹൾക്കായിട്ട് നമ്മുടെ ഗ്രേ വെർഷൻ ഓഫ് ഹൾക്കാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഹൾക്കായി മാറുന്ന പോലെ എന്തെങ്കിലും ഒരു വോയിസ് ഒക്കെ കാണിക്കുന്നല്ലാതെ നമ്മുടെ ഹൾക്കിൻ്റെ ഫുൾ ഫോം ഇത് ട്രെയിലറിൽ കാണിക്കാൻ വേണ്ടി പോകുന്നില്ല. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ട്രെയിലർ 2-ലോ വല്ല സ്നേക്ക് പീക്കിലോ ഒക്കെ എന്തായാലും സോണിയിട്ട് കാണിക്കുമായിരിക്കും. മാത്രമല്ല ഈ ട്രെയിലറിൽ തന്നെ ടോം സ്റ്റോൺ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറിന് ക്ലിയർ ആയിട്ട് കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പടത്തിൻ്റെ മെയിൻ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്ന തന്നെ ഈ ടോം സ്റ്റോൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. കിങ് പിന്നാണ് മെയിനായിട്ടുള്ള വില്ലൻ എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കിങ് പിൻ ഇപ്പോൾ മേയർ ആയതുകൊണ്ട് ഈ ടോം സ്റ്റോണിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ കിങ് പിൻ്റെ അണ്ടറിൽ ഈ ടോം സ്റ്റോൺ എല്ലാം കൺട്രോൾ ചെയ്യുന്ന പോലെയും പുള്ളിനെ നമ്മുടെ സ്പൈഡർമാൻ എതിർത്ത് നിൽക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ഈ ടോം സ്റ്റോണും നമ്മുടെ സ്പൈഡർമാൻ തമ്മിലുള്ള ഫൈറ്റ് കുറച്ച് ബ്രൂട്ടലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ട്രെയിലറിൽ തന്നെ നമ്മുടെ ടോം സ്റ്റോണിനെയാണ് മെയിൻ വില്ലനായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ടോം സ്റ്റോൺ മാത്രമല്ലാതെ നമ്മുടെ സ്കോർപ്പിയൻ, ടെറൻറ്റുല ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെയും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്പൈഡർമാൻ ഒരു ടാങ്കറിന് പിന്നാലെ വലവിട്ട് പോകുന്ന പോലെ ആ ഒരു ആ ഒരു എക്സാക്ട് സ്പെസിഫിക് സീൻ ഈ ട്രെയിലറിലും കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അതൊരു പ്രിസൺ ബ്രേക്ക് സീനാണ്. അതായത് പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ആരെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ സ്പൈഡർമാൻ. സോ ഈ പടത്തിൽ തന്നെ അതെന്തോ ഒരു മേജർ ആയിട്ടുള്ളൊരു സീനാണ്. നമ്മുടെ ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീം കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസും ഈ ഒരു ചേസിലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഞ്ച ടീമിനെ എതിർത്താണ് നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ജാക്കി ചാൻ്റെ ടീമിനെ ഇറക്കിയിട്ടുള്ളത്, അവരെ കൊറിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മൊത്തം ട്രെയിലറിൽ തന്നെ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ സീൻസൊക്കെ കുറച്ചിട്ട് ഇമോഷൻസും കുറച്ചിട്ട് ആക്ഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് റൂമേഴ്സൊക്കെ അനുസരിച്ചിട്ട് ഈ സ്പൈഡർമാൻ പടവും നമ്മുടെ ബാറ്റ്മാൻ പടം പോലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പടം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലുണ്ടാവും. അതിൽ നമ്മുടെ ബ്രൂസ് വെയിനെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. ബാറ്റ്മാൻ ആയിരിക്കും ആ പടത്തിൽ മൊത്തം അധികമായിട്ട് റോൾ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ പീറ്റർ പാർക്കറിനെ കുറച്ച് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. സ്പൈഡർമാൻ ആയിരിക്കും ഇതിൽ മെയിനായിട്ടുള്ള റോൾ വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ എന്നുള്ള ആ ഹ്യൂമാനിറ്റിയെ നഷ്ടപ്പെട്ടിട്ട് ഒരു ലിറ്ററൽ സ്പൈഡർമാനായിട്ട് തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ ജീവിക്കാൻ വേണ്ടി പോവാണ്. അതാണ് പുള്ളിയുടെ ആ ജീൻ മ്യൂട്ടേഷന് കാരണമായിട്ട് പുള്ളി ഒരു സ്പൈഡറായിട്ട് മാറുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. എന്തരാവോ എന്തോ.
പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് വല്ലാണ്ട് കോമിക്കലാവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ പടത്തിൽ ഇവരെങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോഴുള്ള പേടി അതൊന്നല്ല, ഇനി 2-3 ദിവസത്തിനുള്ളിൽ ട്രെയിലർ വരുന്നതാണ് നമ്മുടെ എല്ലാവരും വിചാരം. പക്ഷേ അടുത്ത മാസം കോമിക്കോണിൽ ഒരു പാനൽ തന്നെ നമ്മുടെ സോണി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ കോമിക്കോണിൽ എങ്ങനെയാണോ ഇവന്മാർ ട്രെയിലർ ഇറക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണല്ലോ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണെങ്കിൽ ഈ ലീക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.